എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ട്? ഹലോ, ഇന്ന് നമ്മൊരു കിടുക്കാച്ച് പ്രാങ്ക് വീഡിയോ ചെയ്യാനായിട്ട് വന്നേക്കണേ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്ര സാധനമൊക്കെ സെറ്റ് വെച്ചേക്കണേ. അപ്പൊ ഇന്ന് പ്രാങ്ക് വീഡിയോ കൊടുക്കണത് വലിയവർക്കൊന്നല്ല, ഇന്ന് നമ്മ ഒരു ചെറിയ ചെറിയ കുട്ടി കുട്ടി പിള്ളേർക്കാണ് കൊടുക്കണത്. അപ്പൊ അതിനു വേണ്ടി ഓറിയോ 2 പാക്കറ്റും പിന്നെ ഒരു കോൾഗേറ്റും പിന്നെ ഈ ഒരു ചെപ്പിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പൊ അത് വെച്ച് ഇപ്പൊ തന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ടാവും. ഇത് നമ്മ ഇത് വെച്ച് കുറച്ച് സാധനമൊക്കെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തതിനു ശേഷം അത് പിള്ളേർക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് അതിന്റെ പിള്ളേർ റിയാക്ഷൻ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ഇത് സാധനം സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി കാണാം. യെസ്, അപ്പൊ നമ്മതേ സാധനം ഇപ്പോൾ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഇനി നമുക്ക് ഉണ്ടാക്കണത്. അപ്പൊ അതിനു വേണ്ടി ആദ്യം നമുക്ക് ഇതൊക്കെ അങ്ങനെ പൊളിച്ചെടുക്കാം. ക്രീം മേടിച്ചോ. ഈ ക്രീമുകള് ഞങ്ങൾ നൈസായിട്ട് മാറ്റാം. എവിടെ വെക്കും? അതെ, എവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൊരു ക്രീം ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാൻ ഫസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കോൾഗേറ്റ് പൊട്ടിച്ച് എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് എടുക്കാം. ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്പൺ ചെയ്ത പാത്രം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആക്കോ. ഇതില് കുറച്ച് ഉപ്പുണ്ടാ. അപ്പൊ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. ക്രീം ബിസ്ക്കറ്റ് സെറ്റ് കടയിൽ നിന്ന് വാങ്ങണ ക്രീം ബിസ്ക്കറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഉണ്ടാ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും വൈറ്റ് ഓറിയോ അത് കൂട്ട് ആക്കി എടുത്തിട്ടുണ്ടാവുമ്പ. ഇനി എന്താ വെച്ചാൽ 1 2 3 4 5 6 7ാമത്തെ വരുന്നത്. അപ്പൊ ഇനി 6 ഉണ്ട്. 6 ഇത് കൂട്ട് റെഡി ആക്കിയിട്ട് ഇതിൽ അങ്ങോട്ട് വെക്കും. എന്നിട്ട് നമ്മ അങ്ങോട്ട് പോവാണ്, ഇറങ്ങിയാണ് പിള്ളേരെ പിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ചെയ്തിട്ട് ചട്ടപ്പട്ടേന്ന് വരാം. അപ്പൊ നമ്മുടെ 6 ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ബിസ്ക്കറ്റ് ആണ്. ലാസ്റ്റ് ബിസ്ക്കറ്റ്. അപ്പൊ ഇതിലും ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കഴിഞ്ഞപ്പോ ഉപ്പിടാൻ പോവാം. ഉപ്പിട്ടോ അങ്ങോട്ട് ഇട്ടോ കുറക്കണ്ട. ചൂടായാലും കുഴപ്പമില്ല, കുറയാണ്ട് അപ്പൊ നമ്മങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. അങ്ങനെ ശരിക്കും അതേപോലെ ഇതായല്ലേ, അതേപോലെ അതെ. ഇനി നമുക്ക് നേരെ ഓരോന്ന് തതിക്ക് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഇന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കളത്തിലിറങ്ങി പിള്ളേരെ പിടിക്കാം. പിള്ളേരെ പിടിച്ചിട്ട് ഫുൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അഫ്രീൻ PP ഫാത്തിമ അഫ്രീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മ ഫസ്റ്റ് നമ്മൾ ടെസ്റ്ററാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മ ഇന്നലെ 2 ദിവസം നിന്നിട്ടാണ് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്കായിട്ട്. ഇനി എന്താന്ന് വെച്ചാൽ കടയത്തെ ബിസ്ക്കറ്റ് ആണോ ഞങ്ങൾ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ആണോ ടേസ്റ്റ് ഉള്ളതെന്ന് തിന്നിട്ട് ഇവള് പറയണം. അല്ലാണ്ട് നമുക്ക് നമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം നമ്മ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ആയിരുന്നു സൂപ്പർ എന്ന് പറയുള്ളൂ. ഇവള് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ ട്രസ്റ്റ് ആവും. എന്നാലും അതിനൊരു 7 ബിസ്ക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതിനൊരു ബിസ്ക്കറ്റ് ഇവിടെ കൊടുക്കും. 7 പിള്ളേരെ സെറ്റ് ചെയ്യാനാണ് 7 ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾ തുറക്കോ? ഐശ്വര്യ കൊടുക്കും.
നമ്മളാ ഓറിയോടെ കറക്റ്റ് ആ ഒരു അച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മ അച്ച് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് അത് അച്ച് വെച്ചുണ്ടാക്കിയത്. അപ്പൊ എന്തായാലും കൊടുത്തു നോക്കാം, എന്നിട്ട് ഇവിടെ പറയും കാര്യം. ഫുള്ളായിട്ട് ഇട്ടിട്ട് കടിച്ചെന്നോ, കടിച്ചെന്നോ, കടിച്ചിട്ട് എന്തുപറ്റി? എങ്ങനെയുണ്ട്? അല്ലെ എന്താണ് തോന്നുന്നത്? ഇങ്ങോട്ടോ അവിടെ നീക്കി സിറ്റ്. എന്താണ് ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് തോന്നിയത്? കടയിൽ നിന്ന് വാങ്ങിച്ച ഓറിയാണോ ടേസ്റ്റ്, ഈ ഓറിയാണോ ടേസ്റ്റ്? എന്താ ടേസ്റ്റ് എന്താണ് തോന്നിയത്? ടേസ്റ്റ് ഉണ്ട്. സെന്റർ ഫ്രഷ് ആയിട്ട് കിട്ടണോ ഒരു പൊള്ളിച്ച? അങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ ക്രീം എന്താ നമ്മളെ ക്രീം വാങ്ങിച്ചത് നമ്മളെ ഇവിടെ ഒരു കടയിൽ നിന്നാണ്, പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചത്. ക്രീമിന്റെ പേര് കോൾഗേറ്റ് എന്നാണ്. അതില് കുറച്ച് സാൾട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റ് സാധനം. എങ്ങനെയുണ്ട്? പറ്റിച്ചേട്. ഇനി നിന്റെ കൂട്ടുകാരത്തിനെ വിളിക്കും, അവരൊക്കെ വിളിക്കും. പറയാൻ നിൽക്കരുത്, അവർ പറഞ്ഞാൽ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സെറ്റല്ലേ? അപ്പൊ എന്നാലും നമുക്ക് ഒരാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ആള് പോയിട്ട് വിളിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടെസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇത് എന്റെ ചെറിയൊരു ബന്ധമുണ്ട്, എന്റെ സ്വന്തം അനിയത്തിയാണ്. ചെറിയൊരു ബന്ധമുണ്ട്, സ്വന്തം അനിയത്തിയാണ്, വേറെ ഒന്നല്ല. അപ്പൊ നമ്മുടെ ഇന്ന് സെക്കൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അവളോട് ഇങ്ങനെ കാരണം പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഓറി ഉണ്ടാക്കി ആ ബിസ്ക്കറ്റ് നീ ടെസ്റ്റ് ചെയ്തിട്ട് നിന്റെ കടയത്തെ വാങ്ങണ ടേസ്റ്റ്, ഞങ്ങൾ ഉണ്ടാക്കിയ ഓറിയോ ടേസ്റ്റ് ഡിഫറൻസ് പറഞ്ഞാൽ വേറെ ഒന്നും പറയാം. മനസ്സിലായോ? അപ്പൊ അവളോട് തരുന്നു നമ്മുടെ ഓറിയോടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് അച്ച്. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് അച്ച് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഓവണി വെച്ച് ഉണ്ടാക്കിയിട്ട് ഓവണി വെച്ച് നമ്മ ഒരു ബിസ്ക്കറ്റിന്റെ ആ ഒരു ഇതാക്കി എടുത്ത് ക്രീം ഇന്നാണ് സെറ്റ് ചെയ്തിട്ട് എന്നാലും ഇവള് കഴിച്ചിട്ട് പറയാം. മായക്കൊറ്റ ചോച്ചോ ഫുള്ളിട്ട് വെച്ചോ, ചോച്ചോ മരുന്ന് അങ്ങോട്ട് വെച്ചോ, ചോദിച്ചു വന്നിട്ട് ഇവിടെ പോണ് ഇങ്ങടോ പിണങ്ങി പോയോ? ഇങ്ങടോ എങ്ങനെ ഉണ്ടായി ബിസ്ക്കറ്റ്? ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ക്രീമിന്റെ ടേസ്റ്റ് തോന്നിയത്? കോൾഗേറ്റ് വേസ്റ്റാ? പല്ലേ കഥ മനസ്സിലായില്ല. നമ്മ കോൾഗേറ്റ് ക്രീമായിട്ട് കോൾഗേറ്റ് പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ സൂപ്പർ ആയില്ലേ? ഇതൊരു വീഡിയോ പറഞ്ഞു. അപ്പൊ തന്നെ വളരെ സെറ്റ് ആക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളെ പോയിട്ട് പിടിക്കാം. ഓക്കെ. നമ്മുടെ അപ്പൊ ഏറ്റവും ചെറിയ കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, കുട്ടിപ്പട്ടാളം. അപ്പൊ ചെറുതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്ററാണ്. അപ്പൊ ചെറുതുമാണ്, മൂന്നാമത്തെ ടെസ്റ്ററാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്റെ ഒരു കസിൻ ഉണ്ടാ, കസിൻ അനിയനാണ്, കൊച്ചാപ്പട മോനാണ്. എല്ലാം തന്നെ പറയുന്നുണ്ട് കിടാ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് സെക്കൻഡ് സെറ്റ് ചെയ്യാം. അവന്റെ ഇതറിയാം റിവ്യൂ ആണ്ടാ. ഓറിയോ ബിസ്ക്കറ്റ് നമ്മ ഉണ്ടാക്കി എടുത്തണ്ടാ. നമ്മ മിൻട്രന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അച്ച്. മിൻട്ര ഓൺലൈൻ ഷോപ്പ് ഉണ്ട്, അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കിയാണ് അച്ച്. കഷ്ടപ്പാട് 2 ദിവസം ഇരുന്നിട്ട് കഷ്ടപ്പാട് വെച്ചിരുന്ന് ഉണ്ടാക്കിയാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവനെ കഴിച്ചിട്ട് ഇതിന്റെ
ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. ഫുള്ളായിട്ട് വായിട്ടോ ചോദിച്ചോ. ചോക്ക് ചോക്ക് ചോദിച്ചോ, അടിച്ചു പിടിച്ച് ചോക്ക്, ഞറിഞ്ഞു മുറിഞ്ഞു കുടിച്ചോ, സ്വീറ്റ് ചോക്ക്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുപ്പിക്കോ തുപ്പിക്കോ ഇഷ്ടപ്പെട്ട തുപ്പിക്കോ 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 ഇറക്കിയാ പൊള്ളണ്ടാ ഓടിപ്പോയി വഴിയടിക്കും. അതാ ഓടിച്ചോട് പൈപ്പില്ല വായിക്ക് പോയിട്ട് ഓടി ഓടി ഓടിപ്പോ ഓടിപ്പോ ഓടിപ്പോ. അപ്പൊ എന്നാലും അവൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. പേടിച്ചൊക്കെ ചെക്കന് ഞങ്ങ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റിലെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ആള് എന്ത് പറയുന്നുള്ള വേണ്ടിയില് കിളി മാറിയിരിക്കണം. വായ്പുള്ളതുകൊണ്ട് സംസാരിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലായി പോയി. പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ 4th ടെസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എന്റെ ഒരു പാത്തു അല്ലെ, എന്താ പേര് ശരിക്കുള്ള പേര്? പാത്തുമ്മ നൗറി. എന്തോ സാധനമാണ്. അപ്പൊ എന്റെ ഇത് തന്നെ കൊച്ചാപ്പട വേറെ മോഡ്. അപ്പൊ അങ്ങനെ ഒരു ഊട്ടിയാണ്. എന്തായാലും ഫാമിലി പ്രാങ്ക് ഇടുന്നില്ല. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ഞാൻ കാണാൻ കൊടുത്തിട്ടുണ്ടായി ഇല്ലേ. കടയിൽ നിന്നാണ് ഉറിയും ഞങ്ങൾ ഉണ്ടാക്കി ഉറിയും തമ്മിലുള്ള വ്യത്യാസം അത് നീ പറഞ്ഞാൽ മതി. ഓക്കെ, ബിസ്ക്കറ്റ് ഡിഫറൻസ് പറഞ്ഞായി. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനത്തെ ഇതില്ലേ പറഞ്ഞാൽ നമ്മത് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. ഇതിന്റെ അച്ചക്ക ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അച്ച് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് 2 ദിവസം വെച്ചിരുന്ന് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത്. മനസ്സിലായോ? ഏകദേശം ഓരിയുടെ മണം തന്നെയല്ലേ ഉള്ളൂ അല്ലേ? ആ ഒരു മണമല്ലേ. മണ്ണൊക്കെ ഏകദേശം കടയിൽ നിന്ന് കാണാൻ മണമുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പൊ ഫുള്ളായിട്ട് വായിക്കിട്ട് ചോദിച്ചോ, എന്നാലേ ഇട്ടിട്ടുള്ളൂ. ഫുള്ളായിട്ട് വായിരുന്നോ? എന്നിട്ട് നോക്ക് നന്നായിട്ട് നോക്ക്. ശരിക്കും ചോദിച്ചതിന് ശേഷം പറഞ്ഞാൽ എങ്ങനെയുണ്ട് ടേസ്റ്റ്? പേസ്റ്റ് മാതിരിയാ? എന്ത് പേസ്റ്റ്? തൊപ്പിക്കോ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ ടേസ്റ്റ് അങ്ങനെ ടേസ്റ്റ് കടയത്താണോ ഞങ്ങൾ ഉണ്ടാക്കണം ടേസ്റ്റ്? ഒന്നുമില്ല. ക്രീമില്ലേ, ക്രീം വെച്ചാൽ നമ്മുടെ അവിടുത്തെ കൊച്ചാപ്പ കടയില്ലേ, നമ്മുടെ അനീഫ് കട, ആ കടയിൽ നിന്ന് ഒരു കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇവൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞില്ലേ പ്രാങ്ക് വീഡിയോ ഒന്നും ഞാൻ കേട്ടോടില്ല. ഞാൻ കഴിഞ്ഞു വെച്ചത് പറഞ്ഞപ്പോ തന്നെ പ്രാങ്ക് വീഡിയോ വരുന്നത്. അപ്പൊ നീയാണ് ഞങ്ങളെ ടാർഗറ്റ് ഇറങ്ങുന്നത്. നീ കഴിഞ്ഞ ദിവസം കുറെ പേര് ജ്യൂസ് കുടിച്ചില്ലേ, അപ്പൊ നേരിട്ട് ചിരിച്ചിട്ടുണ്ടാവില്ലേ. ഞാൻ കുറച്ചാളാ വരുന്നിരിക്കട്ടെ. ഓക്കെ, സന്തോഷായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ 4ാമത്തെ ടെസ്റ്ററും ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി 5ാമത്തെ ടെസ്റ്ററെ തേടി പോകാം. അടുത്തത് നീ എന്ത് ചെയ്യുന്നൂടാ? സൈക്കിൾ ഓടറാ? നിനക്ക് സാധനം ചെയ്യാൻ വേണ്ടി ഒന്നു സാധനം ചെയ്യാ? നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ 5ാമത്തെ ടെസ്റ്ററിനെ കിട്ടിയിട്ടുണ്ട്. ഇത് എന്റെ കൊച്ചാപ്പാട വേറെ കൊച്ചാപ്പാട വേറെ മോനാണ്. 5ാമത്തെ ടെസ്റ്ററാണ്. അപ്പൊ എന്റെ പേരിന് മമ്മൂസ്, ഞങ്ങൾക്ക് മമ്മൂസാണ് ശരിക്കും, ഇല്യാസ് മുഹമ്മദ് അങ്ങനെ തോന്നുന്നു. അപ്പൊ എന്നാലും നമുക്ക് ഇവനെ വെച്ച് ടെസ്റ്റ് അടിച്ച് നോക്കാം നമ്മ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഒരെണ്ണം കൊടുക്കടാ ചെക്കന്.
നീ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടോ ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ നിന്നോട് കഴിച്ചിട്ടുണ്ടോ ഒരെടുത്തോ ആ ഫുള്ള് വായിട്ടോ ഫുള്ളിട്ടോ ഫുള്ളിട്ടോ ആ അഞ്ഞഞ്ഞ കടിച്ചെന്നോ ആ കടിച്ചെന്നോ ഫുള്ളായിട്ട് കടിക്കും ആ ഇറക്കാൻ പാടില്ല ചോക്കാൻ പാടുള്ളൂ ഇറക്കാൻ പാടില്ല നോക്കാൻ പാടില്ല തിന്നരുത് വിഴുങ്ങരുത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇറക്കാൻ പാടില്ല പൊള്ളറുണ്ടാ പൊള്ളറുണ്ടാ എന്താ തോന്നണിപ്പോ തുപ്പിക്കോ തുപ്പിക്കോ തുപ്പ് 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 തുപ്പിക്കോ പറ എങ്ങനെയുണ്ട് ഒരു ടേസ്റ്റ് ഇല്ലേ എന്ത് ടേസ്റ്റ് ആയിട്ട് തോന്നണ് പോളോയാ നീ രാവിലെ പല്ലേക്കാറുണ്ടാ ഏത് പേസ്റ്റ് പല്ലേക്കാറ് അറിയില്ലേ പേസ്റ്റിന്റെ ടേസ്റ്റ് വന്നാ അമ്മേ ഇതില് ക്രീം ബിസ്ക്കറ്റ് ഇല്ലേ ക്രീം മാറ്റിയിട്ടുണ്ടല്ലോ അതിലേ ക്രീമിന് വരെ കോൾഗേറ്റ് പേസ്റ്റ് ഇല്ലേ അതിനിട്ടത് പിന്നെ കുറച്ച് ഉപ്പും മനസ്സിലായ ക്യാമറക്ക് നോക്കി വീഡിയോ വരുമ്പോ കാണൂലേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണേ അപ്പൊ ഓക്കെ ഇവന്റെ എന്തായാലും സെറ്റ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത ആളപ്പിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഓൾമോസ്റ്റ് വൈൻഡപ്പായി നമ്മ 5 പേർക്ക് പ്രാങ്ക് ഒക്കെ കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ 7 പേരെ ടാർഗറ്റ് ചെയ്തു പക്ഷെ 5 പേരെ കിട്ടിയുള്ളൂ കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ചെയ്തതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഇത്രയും പ്രതീക്ഷയൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ല Okay, and it's me, Rohit Thomas and Aslam Mohammed signing off. We are Malu. ദാരിദ്ര്യം ഉണ്ടാ വീഡിയോ ക്ലോസ് ചെയ്ത് രോഹിത്തിന് നാണം കെട്ടിട്ട് പോയേക്കണം അപ്പൊ എന്തായാലും ബൈ ബൈ